2-3 കാര്യങ്ങൾ ഒന്നിച്ച് പറയാമെന്ന് വിചാരിക്കുക. ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇപ്പം എനിക്ക് ഇവിടുത്തെ യാത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ഒരു യാത്രയാണ്. ആ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പം കഴിഞ്ഞ ദിവസം ഉള്ള ഒരു 1-2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഞാനിവിടെ നിന്ന് പോകുന്നു, എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് അവിടെ പഠിക്കുന്നത്. ഞങ്ങളിവിടെ നടന്ന് പോകുന്നു. അപ്പോൾ ഒരു ജംഗ്ഷനിലെത്തിയപ്പം ഒരു പെങ്കൊച്ച്, അതിൻ്റെ അമ്മ, ആ പെങ്കൊച്ചിൻ്റെ കുട്ടി, അങ്ങനെ 3 പേരുടെ ഒരു സ്കൂട്ടറിൽ വരികയാണ്. അപ്പം ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഹൈവേ ചെന്ന് കയറാം. അപ്പം അവിടെ സൈക്കിളിൽ വന്ന 2 പേരോട് ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നേരെ ചേട്ടാ ഇതുവഴി നേരെ പോയി ഹൈവേ ചെല്ലാം. അപ്പം പറഞ്ഞാൽ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഇവരോട് ചോദിച്ചാൽ എവിടേക്ക് പോകാനാണ്. അപ്പോൾ അവരുടെ സ്ഥലപ്പേര് പറഞ്ഞു. അത് പക്ഷേ ഇവിടുന്ന് കയറുന്നതല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് കയറിയാൽ എളുപ്പമാണ്. അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു ഇതുവഴി കയറാതിരിക്കാൻ നല്ലത്, ഇവിടെ നല്ല പൊക്ക കൂടുതലാണ്. അപ്പം വണ്ടിയിൽ 3 പേരൂടെ പോകുന്നതല്ലേ, വണ്ടിയിൽ കയറാൻ പാടായിരിക്കും, ചിലപ്പം അറിയാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ആ വഴിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നീ ഇതിന് നേരെ ഒന്നുകൂടെ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു പോയിക്കോ, അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മളിതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ വഴികളും അറിയായിരിക്കും, പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ കൺഫ്യൂഷൻ വരും. ഏകദേശ ധാരണയിൽ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് സംശയം വരും. അപ്പം നമ്മളിതുപോലെ ഓരോരുത്തരോട് ചോദിക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ചിലരാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് വന്നിട്ട് ഹോൺ അടിക്കും. നമ്മളോർക്കും നമ്മുടെ വീട്ടിലോട്ട് വല്ലതും വരും. അപ്പോൾ എന്താ വഴി ചോദിക്കാനായി ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർ വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് അകത്ത് വന്ന് ബെല്ലടിച്ച് ചോദിച്ചിട്ട് പോകാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ എത്രയോ പേരോട് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ വന്ന് ചോദിച്ചാൽ എനിക്കറിയാത്ത ഒരുപാട് പേരുടെ കാര്യമൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഉള്ള വഴികൾ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ, കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു തരും. അവരുടെ ഒരു കൺസെപ്റ്റിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ, കാരണം അവർക്കറിയാവുന്ന വഴിയായതുകൊണ്ട് കൃത്യമായിട്ട് അവർക്കറിയാവുന്ന രീതിയിൽ ചെന്ന് കയറാം. പക്ഷെ അറിയാൻ വയ്യാത്ത ഒരാളോട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറുക്ക് വഴിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മൊത്തം കൺഫ്യൂഷനാകും. ഞാനും ഹസ്ബൻഡിനോടൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓരോരുത്തരോട് വഴി ചോദിക്കുമ്പം രണ്ട് രീതിയിലും പറയും, ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, നേരെ ഉള്ളൂ. പക്ഷേ ഇതുവഴി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് എത്താൻ പറ്റും. പക്ഷേ അത് നമുക്ക് പറയുമ്പോഴേ അറിയാം അതൊരു കുറുക്ക് വഴിയാണ്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അവിടെ ചെന്ന് നമ്മൾ എന്തിനാ വെറുതെ കുറുക്ക് വഴി കൂടെ പോയി സമയം കളയുന്നത്, നേരെ വഴി കൂടെ പോകാം എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം വഴി ചോദിക്കുക, വഴി പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഒരു രസകരമായ കാര്യങ്ങളാണല്ലേ. പക്ഷെ ചിലർക്ക് നമ്മളോർക്കും നമ്മൾ ക്ലിയർ ആയിട്ടാണല്ലോ പറഞ്ഞു തന്നത്, പക്ഷെ ആ കേൾക്കുന്നവർക്കത് അത്ര ക്ലാരിറ്റിയോടെ കിട്ടണമെന്നില്ല. അപ്പോൾ എപ്പോഴും വഴി പറയുമ്പം കൃത്യമായിട്ട് പറയാൻ ഏത് രീതിയാണോ നല്ലത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് ചിലരോട് തെക്കോട്ട് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പടിഞ്ഞാട്ട് പോകത്തില്ലേ, ഇങ്ങനെയൊക്കെ ദിക്കൊക്കെ ചിലർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ദിക്ക് മനസ്സിലാവുന്നത്. അപ്പം ദിക്കുകളൊന്നും പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പം ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ ഉള്ളതായിരിക്കും. ചിലർക്ക് അതും അറിയാത്തവർ കാണും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ. ഒട്ടും അറിയത്തില്ലെങ്കിൽ ആർക്കും വഴി പറഞ്ഞു കൊടുക്കാതിരിക്കും. എനിക്കത് പറഞ്ഞ് അങ്ങോട്ട് തരാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ ആ ഒരു കാര്യം ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളോട് ആരാണോ വഴി ചോദിക്കുന്നത് അവർക്ക് ആ കൺഫ്യൂഷനായിട്ട് അവർ വട്ടടിച്ചിരിക്കുമെന്ന് പറയല്ലേ, അതേപോലെ ഇരിക്കേണ്ടി വരും. അതാണ് ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്, ചില സമയത്ത് ഇച്ചിരി തിരക്കാണ്. അപ്പോൾ മിക്കവാറും വണ്ടികളൊക്കെ കൊണ്ടുവന്ന് റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു കാൽഭാഗം റോഡിൻ്റെ അവരങ്ങ് എടുക്കും. അപ്പം നമുക്ക് പുറകിൽ നിന്ന് വണ്ടി വരുന്നത് നോക്കി, അപ്പുറത്തുനിന്നും വണ്ടി വരുന്നത് നോക്കിയിട്ട് വേണം ഈ വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് റോഡിൻ്റെ നടുക്കൂടെ വേണം പോകാൻ. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൂടെ കൊച്ചുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കാം, അവിടെ നിന്നില്ല, ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരപ്പൂപ്പനോട് വണ്ടി നോക്കിയിട്ട് ഞങ്ങൾ നോക്കി. അപ്പം ഒരു കാറ് വരുന്നുണ്ട്, നോക്കി കാറൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സൈഡല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ചിലർ വിചാരിക്കുന്നത് തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ച് റോഡിന് നടുക്കൊക്കെ കൊണ്ടുവന്നാണെങ്കിൽ പാർക്ക് ചെയ്യാനും മടിയില്ലാത്ത ഒരൊറ്റ മനുഷ്യരുണ്ട്.
അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വളവുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 2 വളവ് അടുപ്പിച്ചെന്ന് പറയാം. അപ്പം ഞങ്ങൾ ട്യൂഷൻ സെൻ്റർ അതൊക്കെ ഒരു വലിയൊരു വളവാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറുമ്പോൾ അടുത്ത വളവാണ്. അപ്പം വണ്ടിക്കാർക്കാണേലും അത് ഈ വളവും തിരിവും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ ആ വളവിൻ്റെ അവിടെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് സ്വാഭാവികമാണല്ലോ, ഇത്തിരി സ്ഥലമല്ലേ ഉള്ളൂ, ആ റോഡിലോട്ട് കയറ്റിയേ വണ്ടി എടുത്തുള്ളൂ. അപ്പം നമ്മൾ വളവിന് ചെന്ന് ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങൾ വളവിന് മുമ്പ് തന്നെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തിറങ്ങി ആ സൈഡിൽ കൂടെ നടക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്ന ഒരു മനുഷ്യനവിടെ വന്നുകൊണ്ട് വെളി നിൽപ്പുണ്ട്. ആ വണ്ടി വരാൻ നോക്കിപ്പോ ലോഡുമായിട്ട് വരുന്ന വണ്ടിയാണ്. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ആ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ പുള്ളിയുടെ വണ്ടി കൊണ്ടുവന്ന് റോഡിലോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിൽ അവർക്ക് വേറെ സ്ഥലമില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴി വേറെയാണ്, ഈ വണ്ടി വരുന്ന വേറെ വഴിയാണ്. അപ്പം ഞങ്ങൾ നടക്കുന്നതും ഈ വണ്ടി വരുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാനത് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയുക, കൂടുതൽ ചെവിക്കൊള്ളാൻ പോകത്തില്ലെന്ന് പറയത്തില്ല, അതുപോലെ പുള്ളിയുടെ ഒരു മനസ്സമാധാനത്തിന് പറഞ്ഞായിരിക്കാം. ഞാനതൊക്കെ നമ്മുടെ സേഫായിട്ടും നമ്മൾ നോക്കി, ഞാനാണെങ്കിലും ആ കുട്ടിയെ ക്രോസ് ചെയ്യാനല്ല എവിടെയെങ്കിലും ഒരു ഇതൊന്ന് കയ്യെ പിടിച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കയ്യെ പിടിച്ച് ഒപ്പം നടത്തിയേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു മനസ്സിൻ്റെ സമാധാനത്തിനായിക്കോട്ടെ ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഞങ്ങളെങ്ങനെ സൈഡിൽ കൂടെ വന്നു. കാരണം ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇറങ്ങി ഞങ്ങളുടെ ഓപ്പോസിറ്റല്ല വണ്ടി വരുന്നത്, ഞങ്ങളുടെ പുറകെയാണ് വണ്ടി വരുന്നത്, ആ ദിശയിലാണ് വരുന്നത്. അതുകൊണ്ട് ആ വണ്ടി ഓപ്പോസിറ്റ് സൈഡല്ലേ, അതുകൊണ്ട് ആ സൈഡിൽ കൂടെ അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനൊന്നും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോയപ്പം കണ്ടായിരുന്നു ഒരു വണ്ടി ഇങ്ങനെ പോയപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് ഓട്ടോക്കാരൻ പറഞ്ഞിട്ട് നോക്കിപ്പോൾ വണ്ടിയോടെ സൈഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാനും കേട്ടു ടീച്ചറെ. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളിൽ അവരുടെ ഒരു പേടി കൊണ്ടായിരിക്കും അവർ പറയുന്നത്. നമ്മളത് ശരി, നമ്മൾ ശ്രദ്ധിക്കാം, ഓക്കെ, അപ്പോൾ ആർക്കും പ്രശ്നമില്ല. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വന്നപ്പം വളരെ മോശമായൊരു അവസ്ഥയിലായിരുന്നു പഠിത്ത കാര്യത്തിൽ, എല്ലാത്തിലും ഇങ്ങനെ ഉഴപ്പായിരുന്നു. പിന്നീട് ഇപ്പം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്കും ബോധ്യം, എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഞാനിന്ന് അവരുടെ അമ്മയോടൊന്ന് ചോദിച്ചു. കാരണം അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ആദ്യമുള്ള കൂട്ടത്തിലാണ്, തൻ്റെ മകൾ പഠിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് എപ്പോഴും എന്നോട് എപ്പോഴും പറയുന്ന. ഇപ്പം ആ ഒരു പറച്ചിൽ കുറവാണ്. ആദ്യമൊക്കെ എപ്പോഴും പറയാം അങ്ങനെയാണ്, അവൾക്കതറിയില്ല ഇതറിയില്ല, ഒരുപാട് കുറവ് അങ്ങനെ. ഞാൻ പറഞ്ഞു പതുക്കെ ശരിയാക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പേടിപ്പിക്കും, ഒരടിയെ കൊടുക്കുമെങ്കിലും ഞാൻ അങ്ങനെയുള്ളവരോട്, ഈ പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്നവരോട് വേറെ ചില മെത്തേഡുകളൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവരെ കുറേ തല്ലിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ അടുത്ത് മറ്റൊരു മാർഗം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മാനസികമായിട്ട് അവരുടെ അടുത്ത് എങ്ങനെ കാര്യം നേടിയെടുക്കുക, അവരെ അങ്ങനെ രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ കുട്ടിയെ ആ ഒരു രീതിയിലേക്കാണ് ഞാൻ മാറ്റിയെടുത്തത്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, പഴയ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഒച്ചത്തിലാണ് പുള്ളിക്കാർ പറഞ്ഞത്, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഒരു എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പം അവർ പണ്ട് തൊട്ടേ പഠിപ്പിക്കുന്നതാണ്, ഞാനിവിടെ വരുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്നതാണ്. അവിടെ ഇത്തിരി അടിയും പിടിയും അങ്ങനെയൊക്കെ ഉള്ള ഇച്ചിരി പ്രാകൃതമായ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് അവിടെ പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവരെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറയണം, അവിടെ ആയിരുന്നെങ്കിൽ പിന്നെ 100% ഇപ്പോൾ ഓക്കെ ആയിരുന്നു. എനിക്ക് എന്താ അവൾ എപ്പോഴും ഓക്കെ ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളെ. പക്ഷേ ഇവളവിടെ പോത്തില്ല. പിന്നെ അവിടെ 10 മണിക്കൊന്ന് ക്ലാസ് വെച്ചാൽ 9:30 ആകുമ്പോഴേ ഇവൾ വേണേൽ പോകാൻ, അതുപോലെ സ്ട്രിക്റ്റാണ് അവിടെ. അങ്ങനെ നമുക്ക് അത് അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി. നമ്മളത്ര വലിയ ഈ അടിയും കുത്തും ബഹളങ്ങളും ഒന്നും വെക്കാതെ, ആ കൊച്ചിന് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ അതിനെ പഠിപ്പിച്ച് ഈ ലെവലിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞ നമ്മളെടുത്ത എഫേർട്ടിനല്ല അവർ വലിയ ഒരു ഇതായിട്ട് കണ്ടത്. അവിടെ ഇടിയും കുത്തും ബഹളവും നടത്തി വലിയ പീഡനങ്ങൾ നൽകി
പിള്ളേരെ വേറെ ഏതോ രീതിയിലൊക്കെ പഠിപ്പിച്ചെടുക്കുന്നു. അതിൽ വലിയ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പക്ഷേ അവൾ ഇപ്പം ട്യൂഷൻ എടുക്കുന്നില്ല, അപ്പോൾ സമയമില്ല, നിർത്തുവാന്ന് പറയുന്നു, അതുകൊണ്ടാണ്, വേറെ ആരുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വല്ലാത്തൊരു ദേഷ്യം തോന്നി ആ സമയത്ത്. കാരണം എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ക്ലാസ് എടുക്കാം. നമുക്ക് ആകെ 3 ദിവസമേ കിട്ടുന്നുള്ളൂ, പിന്നെ അവധിയുള്ള ദിവസങ്ങളും എടുക്കാം. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേട്ട് കഴിഞ്ഞ് കിളികിളിലാന്നിങ്ങനെ, അതും ഒച്ചത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ദൈവമേ, ഞാൻ എത്ര ഇതായിട്ട് എടുത്തിട്ട് അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇത്രയും ഒരു ചേഞ്ച് ഇത്ര ഒരു വരുത്തിയിട്ട് നമ്മുടെ അടുത്ത് പറയാം. അവിടെ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു, പേടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ചു, അവരുടെ ഒരു രീതി അതാണ്. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒക്കെ PSC നോക്കരുതോ, ഏജ് ഓവറായോ. ഞാൻ പറഞ്ഞു PSC ഞാൻ നോക്കുന്നില്ല, ഒരു സമയത്ത് നോക്കിയിരുന്നു, പിന്നെ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റൊരു ജോലിക്ക് എനിക്ക് നാളെ തൊട്ട് ജോലിക്ക് ചെല്ലാം എന്ന് പറഞ്ഞാൽ ഓക്കെ, നാളെ തൊട്ട് വന്നോളൂ, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറയാൻ ഒരാൾ വരെ, നമുക്കൊരു കമ്പനി വരെ, അതായത് ഒരു കമ്പനിയിൽ ഒരു എന്താ പറയുക, ഓണർ, കമ്പനിയുടെ ഓണർ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടും ഞാൻ അതിനല്ല വാല്യൂ കൊടുത്തത്. എൻ്റെ മകൾക്ക് ഇപ്പോഴെന്താണ് വേണ്ടത്, അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ഈശ്വരൻ സഹായിച്ച് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ല. ഹസ്ബൻഡ് ലോണും കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കുകയുള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് ചിലവും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അല്ല പഠിപ്പിക്കാനൊക്കെ പോകുന്നതല്ലേ, ജോലി എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ നോക്കാഞ്ഞിട്ടാണ്, ഞാനിപ്പോൾ SBI ലൈഫിൻ്റെ കയറിയിട്ടുണ്ട്, ഞാൻ സ്റ്റാറ്റസ് കണ്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് വന്നാൽ ഇങ്ങനെ കുറേ നെഗറ്റീവുകളാണ് എൻ്റെ നേരെ വന്നത്. പിന്നെ ഞാനൊരു അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് നല്ലൊരു സിനിമയുണ്ടായിരുന്നു. ഞാൻ ഈ കേസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ആ കേസ് തെളിയിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമകളൊക്കെ ഞാൻ കാണും. അപ്പം ഞാൻ അങ്ങനെ ഒരു സിനിമ ഇന്ന് ഉണ്ടായിരുന്നു, ജാനകിയുടെ ആ സിനിമ ഉണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അവരുടെ വിവരവും അവരുടെ ബോധവും അവരുടെ രീതിയുമാണ് അവരെന്നോട് കാണിച്ചത്. നേരെ തിരിച്ച് ഞാനാണ് അവരുടെ ഭാഗത്തെങ്കിൽ ഞാൻ ആ രീതിയിലല്ല സംസാരിക്കുന്നത്. കാരണം അതെൻ്റേതായിട്ടുള്ള രീതി, അവരവരുടേതായിട്ടുള്ള രീതി എടുക്കുന്നു, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതി എടുക്കുന്നു, അത്രമാത്രം. അപ്പം അവരുടെ രീതി വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് സംസാരിക്കണം അവർ എന്ന് കരുതുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അവരവരുടെ ഇഷ്ടത്തിന് സംസാരിക്കുന്നു, നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് അത് മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ലല്ലോ. അവരുള്ളത് പറഞ്ഞു. എന്തായാലും നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട്, ആ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ട് എന്ന്. അതുപോലെ വേറെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ വാട്സപ്പിലിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടു, ഇങ്ങനെ പറയുന്നത് പോലെ ആയിരിക്കും കുട്ടികളുടെ കാര്യത്തിലും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ മോഹൻലാൽ ഇങ്ങനെ ഒരു ഇത് നടത്തും, അതായത് ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു ബോഡി ഗാർഡെന്ന് വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുറേ തോട്ട്സ് ഇങ്ങനെ ഓരോ ദിവസം കാണിക്കും. ഞാനത് ആ ടൈമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കഴിവുകളെത്തും. അവൻ അങ്ങനെയാണ്, അവൻ നന്നായിട്ട് പഠിക്കും, ഇങ്ങനെ പഠിക്കും, പക്ഷേ എൻ്റെ മോൻ അത്രയല്ല. അപ്പോൾ മോഹൻലാൽ പറയുന്ന കേട്ടോ, മറ്റൊരാളുമായിട്ട് ഒരിക്കലും നമ്മൾ കുട്ടികളെയും മറ്റാരെയും തന്നെ താരതമ്യം ചെയ്യരുത്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ്. കാരണം അവൻ്റെ അച്ഛനും അമ്മയല്ലല്ലോ ഇവൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ ട്യൂഷൻ സെൻ്ററിലും കുറേ രക്ഷിതാക്കൾ വന്നിട്ട് അവരുടെ ഒരു പറച്ചിലാണിങ്ങനെ, അവൻ അങ്ങനെ അത് പഠിക്കുന്നില്ല, അവൾ ഇത് പഠിക്കുന്നില്ല, അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് പറയും, നമ്മൾ ഏതൊക്കെ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക ആ രീതിയിലെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ രീതിയുണ്ട്, അവർക്ക് എല്ലാ വിഷയവും ഒരേപോലെ പഠിക്കണമെന്നില്ല. ചിലത് അവർക്ക് എളുപ്പമായിരിക്കാം, ചിലത് ഇച്ചിരി പ്രയാസമായിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കുക, അവർക്കൊപ്പം നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് 10 വരെയാണല്ലോ നമ്മൾ ഇത്രയും വിഷയം പഠിക്കുന്നത്, അത് കഴിയുമ്പോൾ സെലക്റ്റീവാണ്, അവർക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കട്ടെ. അതുവരെയൊക്കെ എല്ലാ വിഷയത്തിനും ജയിക്കാൻ പറ്റണേ എന്നൊക്കെ കരുതി അങ്ങോട്ട് പോവുക. അവർക്ക് എളുപ്പമുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കണം, ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാറും അത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രയുള്ള കാര്യം പല കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാം. അവർ ശ്രമിക്കട്ടെ, അവർക്ക് പ്രയാസമുള്ള വിഷയങ്ങൾ കുറച്ചൊക്കെ നോക്കുക, ബാക്കിയുള്ളത് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കുന്നുണ്ടോ. എല്ലാ വിഷയത്തിനും ഉഴപ്പാണെങ്കിൽ പിന്നെ നമ്മൾ അതെന്താണെന്ന് വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക.
അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ തല്ലി പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. പറയുന്നുണ്ട് തല്ലി പഠിപ്പിക്കുന്നതും തല്ലി പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. ഓക്കെ.